ഈ ചലച്ചിത്ര ലോകത്തെ കുതന്ത്രങ്ങൾ വെച്ച് അവസരം തട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയില്ല. അതിലൊക്കെ വല്ല കഥയുണ്ടോ? ഉണ്ടാവാം. എനിക്ക് പക്ഷേ ഇതൊന്നും നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിനൊക്കെ ഈ അന്തർധാരകളും ഇതിനകത്തുള്ള അടിയൊഴുക്കുകളും അന്തർധാരകൾ സജീവമാണ്. കാര്യം നമ്മളിങ്ങനെ ഒരു വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ടാകണം ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഉണ്ടാകാതിരിക്കുക, അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധമല്ല. ഈ മമ്മൂട്ടിയുടെ ആയിരപ്പറ അല്ലെ, മമ്മൂട്ടി മൊത്തം ആയിരപ്പറ, മോഹൻലാൽ മൊത്തം ബട്ടർഫ്ലൈസ്, ജയറാം മുഖത്ത്, പുതുക്കോട്ടയിലെ പുതുമണവാളിന് ഏറെക്കുറെ തുല്യത ഉള്ള കഥാപാത്രങ്ങൾ, പിന്നെ ദിലീപ്, ഇവരെല്ലാം പ്രമുഖ താരങ്ങളുടെയൊക്കെ ഒപ്പം വളരെ പ്രധാന വേഷങ്ങൾ ചെയ്ത ഒരു നടനാണ് താങ്കൾ. അവരൊക്കെ ഇപ്പോഴും ഈ രംഗത്ത് സജീവമായിട്ടുണ്ട്. അവരൊന്നും സഹായിക്കാറില്ലേ? അല്ല, ഇത് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു പിന്നെ ആരുടെയെങ്കിലും ഒരു സഹായത്തിൽ ഇങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ആരുടെയെങ്കിലും അവരുടെ ഒരു ഔദാര്യത്തിലോ കാരുണ്യത്തിലോ നിൽക്കണമെന്ന് മുമ്പ് ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും അങ്ങനെയുള്ളൊരാഗ്രഹം എനിക്കില്ല. പിന്നെ സിനിമയിൽ ആർക്കും അങ്ങനെ സഹായിക്കാനും പറ്റില്ല. നമുക്ക് പറ്റിയ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുക, അതിന് ചില കാര്യങ്ങളെല്ലാം കൂടെ ചോദിച്ചാൽ അതിന് നമ്മളെ തന്നെ അവരത് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമാ ബാഹ്യമായ പല ഘടകങ്ങളുമുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മുടേതായ ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അല്ലാതെ മറ്റൊരാൾ വിചാരിച്ചത് കൊണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഇവരൊക്കെയായിട്ട് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ടത്. പിന്നെ അതുപോലെ നമ്മൾ അമ്മ എന്ന് പറയുന്ന നമ്മുടെ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ മീറ്റിംഗ് എല്ലാ വർഷവും പിന്നെ ജൂൺ ലാസ്റ്റ് സൺഡേ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടും. അന്ന് ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ നിമിഷങ്ങളാണ്. വീണ്ടും അടുത്ത ഏതെങ്കിലും സിനിമകളൊക്കെ വരുമ്പോൾ ഒന്നിച്ചുണ്ടാകുമെങ്കിൽ കാണും, അല്ലെങ്കിൽ അടുത്ത വർഷം ഇത്. അപ്പോൾ ഈ സൗഹൃദത്തിനൊന്നും യാതൊരു കുറവുമില്ല.